ഇതിനകത്ത് പൊട്ടിച്ച് ചോദിച്ചാൽ ഇനിയിപ്പം കാണിക്കുന്ന വേറെ കഴിക്കുന്ന വേറെ ആയാലും തന്നെ ഒഴിച്ച് പാസ് ചെയ്തോളൂ. ഇനിയിപ്പോ ഞാൻ ഒഴിക്കുമ്പോ കൂടുക കുറയുന്നതൊക്കെ ഇന്ന് മോൻസാറിന്റെ വക അത്ര കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാവരും കഴിക്കാം. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടുകാരനോ വീട്ടുകാരനോ കൊടുക്കുക. അവര് കഴിക്കുന്നില്ലെങ്കിൽ നിർബന്ധിക്കട്ട. എല്ലാ ദിവസവും രാവിലെ അവരുടെ മുൻപിൽ നിങ്ങൾ കഴിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ വീട്ടുകാരൻ കേൾക്കുന്നില്ല, വേണ്ട. രാവിലെ മുതൽ നിങ്ങൾ ഒറ്റയ്ക്ക് കാണാൻ കഴിക്കരുത്, അവരുടെ മുമ്പിൽ കഴിക്കുക. നോക്കും 1, 2, 3, 4, 5 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഏതായാലും ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു, വേണം ഒരു സ്പൂൺ കഴിച്ചോ. അത്രയുള്ള കാര്യം. എല്ലാവരും കഴിക്കുക. ഓക്കെ, അപ്പൊ അത് പാസ് ചെയ്തോണ്ട് എല്ലാവരും കഴിക്കുക. അപ്പോ ഇനി മധുസാറെ ഒരു കേസരി, ചനാ കേസരി, കടല പുട്ടും കടലയും നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് അല്ലേ? അല്ലാതെ മോനെന്താണ് കൂടുതൽ കുടിച്ചത്. ചില ആളുകൾ കൂടുതൽ കുടിക്കണം. തീർന്നു. 15 മില്ലി വീതം 10 പേര് കഴിക്കുമ്പോൾ 109 മില്ലി ആവും. ഇച്ചിരി കൂടുതൽ കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾക്ക് ഇത് കഴിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് ശോധന ഉണ്ടാവും. ഓക്കെ, അത് നല്ലതാണ്. എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഒരു ആയുർവേദ വൈദ്യന്റെ അടുത്ത് പോയാൽ, പണ്ട് വൈദ്യന്റെ ആദ്യത്തെ ചോദ്യം എന്താ? ശോധന എങ്ങനെ